ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച. സ്വർഗാരോപണവും സ്വാതന്ത്ര്യദിനവും. ലൂക്ക 1:39 മുതൽ 56 വരെ വാക്യങ്ങൾ. ഇന്ന് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭ മാതാവിൻ്റെ സ്വർഗാരോപണം ആഘോഷിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ കിഴക്കൻ സഭകളിൽ അറിയപ്പെടുന്നത് പോലെ സ്വർഗാരോഹണം, അവളുടെ ശരീരം അഴുകിയില്ല, മറിച്ച് ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന പാരമ്പര്യം ആണ് അസംഷൻ എന്നറിയപ്പെടുന്ന ഈ തിരുനാളിന് ആധാരം. ഇന്ത്യയിൽ ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്നു. കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള രാഷ്ട്രത്തിൻ്റെ ആ പരിണാമത്തെക്കുറിച്ച് ചിന്തിക്കാനും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ അംഗീകരിക്കാനും ഇനിയും ചെയ്യാനിരിക്കുന്ന പ്രവർത്തനങ്ങളെ തിരിച്ചറിയാനും നമ്മൾ നേടിയ പുരോഗതി ആഘോഷിക്കാനുമുള്ള ഒരു സമയമാണിത്. ഇന്ത്യയെ നിർവചിക്കുന്ന ഐക്യം, വൈവിധ്യം, ജനാധിപത്യം എന്നീ മൂല്യങ്ങളെ ആദരിക്കുവാനുള്ള ദിനവുമാണിത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതാണ്. വിശ്വാസം, സന്തോഷം, ദൈവിക സാന്നിധ്യം എന്നീ വിഷയങ്ങൾ ഈ വായനയിൽ എടുത്തു കാണിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് മറിയത്തിൻ്റെ അനുഗ്രഹത്തെയും അവൾ വഹിക്കുന്ന കുട്ടിയുടെ ദൈവിക സ്വഭാവത്തെയും തിരിച്ചറിയുന്നു. അതേസമയം മറിയം തൻ്റെ മഗ്നിഫിക്കാറ്റിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ്റെ അനുഗ്രഹത്തിനും അവൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനും അവൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സുവിശേഷ ഭാഗം ദൈവത്തിൻ്റെ കൃപയുടെ പരിവർത്തന ശക്തിയെയും വിശ്വാസം നിറഞ്ഞ വ്യക്തികളുടെ പരസ്പര ബന്ധിതത്വത്തെയും ഊന്നിപ്പറയുന്നു. ഒരു ദൈവശാസ്ത്ര വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ സ്വർഗാരോഹണ തിരുനാളിൽ നാം കാണുന്നത് മറിയം ആത്മാവിലും ശരീരത്തിലും സ്വർഗത്തിലാണ് എന്നാണ്. അവൾ തൻ്റെ ജീവിതകാലത്ത് പാപം ചെയ്തിട്ടില്ലാത്തതിനാൽ യേശുവിൻ്റെ ശരീരം പോലെ മറിയത്തിൻ്റെ ശരീരവും അഴുകിയില്ല. അത് ഒരു ഭൗമിക അവസ്ഥയിൽ നിന്ന് നേരിട്ട് സ്വർഗീയ അവസ്ഥയിലേക്ക് പോയി. ഒരു പ്രായോഗിക വീക്ഷണകോണിൽ നോക്കുമ്പോൾ സ്വർഗാരോഹണ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാമും ഒരു ദിവസം സ്വർഗത്തിൽ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാണ്, ആത്മാവോടും ശരീരത്തോടും കൂടെ. സ്വർഗത്തിൽ നമുക്കൊരു ശരീരമുണ്ടാകുമെന്ന് ചിലപ്പോൾ നമ്മൾ മറക്കുന്നു. ഒരു ഭൗതിക ശരീരമായിരിക്കില്ല, മറിച്ച് ഒരു ആത്മീയ ശരീരമായിരിക്കും അത്. വിശുദ്ധ പൗലോസ് പറയുന്നു, മരണത്തിന് മുമ്പുള്ള നമ്മുടെ ശരീരത്തെ ഒരു വിത്തിനോടും മരണശേഷമുള്ള നമ്മുടെ ശരീരത്തെ വിത്തിൽ നിന്ന് വളരുന്ന സസ്യത്തോടും താരതമ്യം ചെയ്യാമെന്ന്. അദ്ദേഹം പറയുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. ശരീരം അടക്കം ചെയ്യപ്പെടുമ്പോൾ അത് മർത്യമായിരിക്കും, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് അമർത്യമായിരിക്കും. അടക്കം ചെയ്യപ്പെടുമ്പോൾ അത് വൃത്തികെട്ടതും ദുർബലവുമാണ്, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് മനോഹരവും ശക്തവുമായിരിക്കും. അടക്കം ചെയ്യപ്പെടുമ്പോൾ അതൊരു ഭൗതിക ശരീരമാണ്, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് ഒരു ആത്മീയ ശരീരമായിരിക്കും. സ്വർഗാരോഹണ തിരുനാളിനെക്കുറിച്ചുള്ള മറ്റൊരു പ്രായോഗിക കാര്യം, മറിയം സ്വർഗത്തിൽ നിഷ്ക്രിയയായി ഇരിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനെ തനിയെ ആസ്വദിക്കുന്നില്ല. പിന്നെയോ
നമ്മൾ അവളോടൊപ്പം ചേരുന്നതിനായി കാത്തിരിക്കുകയാണ്. അതിനായി മറിയം ഒരു സജീവമായ രീതിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പോരാട്ടത്തിൽ നമ്മെ സഹായിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അതിനായി നമ്മൾ മറിയത്തിനോട് അപേക്ഷിച്ചാൽ മാത്രം മതി. ഈ സ്വർഗ്ഗാരോഹണ തിരുനാളിൽ ഒരു ദൈവശാസ്ത്ര സന്ദേശവും പ്രായോഗിക സന്ദേശവും അടങ്ങിയിരിക്കുന്നു. ദൈവശാസ്ത്ര സന്ദേശം, മറിയം ആത്മാവോടും ശരീരത്തോടും സ്വർഗത്തിലാണ്. കാരണം അവൾ പാപം ചെയ്തില്ല. അവളുടെ ശരീരം യേശുവിൻ്റെ ശരീരം പോലെ തന്നെ അഴുകിയില്ല. അത് ഒരു ഭൗമിക അവസ്ഥയിൽ നിന്ന് നേരിട്ട് സ്വർഗീയ അവസ്ഥയിലേക്ക് പോയി. ഒരു പ്രായോഗിക സന്ദേശം ഇതാണ്: നാമും ഒരു ദിവസം സ്വർഗത്തിൽ മറിയത്തോടൊപ്പം ചേരാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനിടയിൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിത പോരാട്ടത്തിൽ മറിയം നമ്മെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ മറിയത്തോട് നമുക്ക് നമ്മുടെ രാജ്യത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ രാജ്യമെമ്പാടും ഐക്യവും പുരോഗതിയും സമാധാനവും ഉണ്ടാവുകയും ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം ബാംഗ്ലൂർ.